കേന്ദ്രത്തെ കവചിച്ചതല്ല, നമ്മുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാട് പ്രത്യേകിച്ച് വ്യക്തമാണ്. കാരണം ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നമ്മുടെ പാഠഭാഗങ്ങൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായ ധാരണയുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി അവർ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കാത്ത ഏക സംസ്ഥാനം കേരളം. ഇത് പഴയ LDF സർക്കാരിന്റെ കാലത്ത് ആ ഭാഗങ്ങൾ അതേപോലെ പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനമാണ്. അപ്പോ ആ നയങ്ങളോട് തീർത്തും വ്യത്യസ്തമായ നിലപാട് നേരത്തെ മുതൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നയം നടപ്പാക്കാൻ നമ്മളില്ല എന്ന് വ്യക്തമാക്കി. പക്ഷെ നമുക്കിവിടെ ഫണ്ട് ആവശ്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം ചെലവിടേണ്ട കാര്യങ്ങളുള്ളൂ. ആ ചെലവിടുന്ന ഫണ്ടുകളായി അതിനുള്ള നടപടി എന്ന നിലക്കാണ് അന്ന് വിദ്യാഭ്യാസ നടപടിയും. പക്ഷെ LDF അത് അത്തരമുള്ള നടപടിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല എന്ന് കണ്ടു. അതിന്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിക്കുന്ന കഴിയുന്നത്. മരവിപ്പിച്ചതിന് ശേഷം ഈ അറിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക്. അപ്പൊ മരവിപ്പിച്ചതിന് ശേഷം PMC പദ്ധതി എന്നത് ഇവിടെ കേരളത്തിൽ നടപ്പാക്കാത്ത അവസ്ഥ തന്നെയാണ്. നേരത്തെ അറിയാൻ കഴിയുന്ന നേരത്തെയും ഈ ധാരണാപത്രം ഒപ്പിട്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തില്ല. അപ്പോൾ ശരി, നമ്മുടെ നാട്ടിൽ നടന്നില്ല. ഒപ്പിട്ടാൽ ഫണ്ട് തരാമെന്ന് പറയുന്നു, നമ്മൾ ഫണ്ടിന് വേണ്ടി ഒപ്പിടുന്നു. പക്ഷെ പദ്ധതി നടപ്പാക്കാനാണല്ലോ കേന്ദ്രം ഇത് ഒപ്പിടാൻ പറയുന്നത്. അപ്പൊ ഫണ്ട് കിട്ടിയ ശേഷം നമ്മൾ നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ അതൊരു കവളിപ്പിക്കലല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കി. PMC പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ രംഗത്തൂടെ നടപ്പാക്കാൻ, അത് നടപ്പാക്കാൻ നമ്മളില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയുള്ള കാര്യം. വിദ്യാഭ്യാസ രംഗം ആകെ നടപ്പാക്കിയ കാര്യം. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016 LDF സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ പോലെയല്ല നമ്മുടെ സ്കൂൾ. PMCയുടെ ഭാഗമായി നന്നാക്കണമെന്ന് പറയുന്ന സ്കൂളുകൾ നിലനിർത്തിയാൽ നമ്മുടെ വിദ്യാലയങ്ങൾ പലതും നന്നായി കിടക്കുകയാണ്. അതൊരു വസ്തുതയാണ്. ആ ഭാഗം നമ്മൾ കാണുന്നത്. പക്ഷെ PMCയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് നമുക്കൊരു വിഷമം വരാനില്ല. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. PMCയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രോബ്ലമില്ല. പക്ഷെ SSKയുടെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയൊരു പ്രയാസമുണ്ടാവും. ഇതാണ് അന്നേ നിങ്ങൾ പറഞ്ഞ കാര്യം. അല്ല മന്ത്രിസഭാ ഉപസമിതി ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എടുക്കുന്നതല്ലേ പറഞ്ഞത്. നടപ്പാക്കുന്ന വിശദാംശങ്ങൾ വേണ്ട കാര്യങ്ങൾ സർക്കാർ പറയുന്നത് അപകടം നോക്കാതെ ഒപ്പിട്ടു. മാത്രമല്ല, ഒരു ഇളവ് തേടാൻ പോലും അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് മാനദണ്ഡ പ്രകാരം കേന്ദ്ര സർക്കാരാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇളവുകൾ തേടി അത്തരം ഒരു തുടർ ചർച്ചയ്ക്ക് വേണമെങ്കിൽ സംസ്ഥാനത്തിന് ശ്രമിക്കാം. ഇതൊന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇരന്തവാദങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടതില്ല തീരുമാനിച്ചാൽ ഏത് ഘട്ടത്തിലും ആ സർക്കാർ നടപ്പാക്കാതിരിക്കും. ഇവിടെ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നിട്ടില്ല. PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഇവിടെ നമ്മുടെ മുന്നിലില്ല. അപ്പൊ PMC പദ്ധതി നടപ്പാക്കണമെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് UDF ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ നിർദ്ദേശങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? PMC പദ്ധതി നടപ്പാക്കാൻ ചെയ്യാറില്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുത്താൽ പോരെ. ഞങ്ങൾ നിർദ്ദേശം തരാൻ ചെയ്യാറില്ല പറഞ്ഞാൽ പോരെ. ഇപ്പൊ വേറുദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബില് അതൊരു അനുഭവം രാജ്യത്തിന് മുന്നിലുള്ളൂ. നടപ്പാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെ ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് നിലപാടെടുത്ത് നമ്മളിങ്ങനെ ഒരു കുറുക്ക് വഴി തേടി എന്നുള്ളതാണ് ഒരു ആരോപണം. അതായത് പല കോടതികളെ സമീപിക്കോ, മുംബൈ കേരളം സമീപിച്ചിട്ടുണ്ടല്ലോ. അതായത് കേരളത്തിൽ നിർണ്ണയ ഫണ്ടുകൾക്ക് വേണ്ടി കേരളം കോടതികൾ സമീപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SSK ഫണ്ട് ആണെങ്കിലും നമ്മുടെ മറ്റു ഇവര് പറഞ്ഞതെല്ലാം വിരുദ്ധമായി എന്തുകൊണ്ട് പോകുന്നു. ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് വ്യക്തമായി
SSK ഫണ്ടിനാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ? എന്തിനാണ് PMC എന്ന കുറുക്ക് വഴി? നിങ്ങളെന്തിനാണ് ഇപ്പൊ PMC പദ്ധതി നടപ്പാക്കാൻ ഉൾപ്പെടുന്നത്? PMC പദ്ധതി നടപ്പാക്കേണ്ട കാര്യമില്ലല്ലോ, ഇപ്പൊ നടപ്പാക്കുന്നില്ലല്ലോ. അല്ല, അതിനകത്ത് നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. ഇതിനാണ് അത് പോകുന്നത്. അല്ലേ, ഇപ്പൊ ഉള്ളെടുത്ത് കിടന്നാൽ പോലെ PMC പദ്ധതി നടപ്പാക്കില്ലല്ലോ. ഇപ്പൊ ഉള്ളെടുത്ത് കിടന്നാൽ PMC പദ്ധതി നടപ്പാക്കില്ലല്ലോ. എന്തിനാണ് PMC പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്? നിങ്ങൾ അതിനെ MOU ഒപ്പിട്ടത് കേരളമാണല്ലോ. അപ്പം MOU ഒപ്പിട്ട ശേഷം നമ്മളിപ്പോൾ പറയുന്ന LDF ഇപ്പോഴത്തെ വാദം MOU റദ്ദാക്കി ധാരണാപത്രത്തെ നമ്മൾ പിന്മാറി, അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ആ MOU തന്നെ പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറാനുള്ള റൈറ്റ് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റിന് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പിന്മാറി എന്ന് പറയുന്നത് ടെക്നിക്കലി പിന്മാറി എന്ന് പറഞ്ഞാൽ പോലും അത് ആ പ്രൊസീജിയറോടെ കിടക്കുകയാണ്. അതാണ് UDF പറയുന്നത്. 2025 മുതലൊന്നും നടന്നില്ല. അപ്പൊ അതിൽ നമ്മൾ കാണുന്നത് നമ്മൾ അന്ന് ചെയ്തത് സന്ദേശത്തോടെയാണ്. ആ സന്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച കാര്യം അവിടെ കിടക്കുക. ഞങ്ങളായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ ആ മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കും. എനിക്ക് പുതിയ നിർദ്ദേശം കൊടുക്കുന്ന പ്രശ്നം ഞങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ എന്തിനാണ് പുതിയ നിർദ്ദേശത്തെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നത്? എന്തിനാണ് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുന്നത്? അപ്പൊ മാത്രമേ നടപ്പാക്കാനാവും. മുസ്ലിം ലീഗ് കുറച്ചുകൂടെ ഉത്തരവാദിത്വമില്ല, അവരാണ് ഏറ്റവും ശക്തമായിട്ട് അതും എതിർക്കുന്നത്. അപ്പൊ ഇങ്ങനെ നടപ്പാക്കുമ്പോൾ തിരുത്താനുള്ള ഉത്തരവാദിത്വം ശരിക്കും ലീഗിനില്ലേ? ലീഗിന്റെ മന്ത്രി മുഖേന നടപ്പാക്കാൻ നോക്കുന്നത്. ലീഗിന്റെ മന്ത്രിയാണല്ലോ പൊതുവിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായിട്ടാണ് PMC വരുന്നത്. ആ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുഖേനയാണ് നടപ്പാക്കാൻ നോക്കുന്നത്. ആ കാര്യങ്ങൾ അവർ പറയേണ്ടതാണ്. അഭിപ്രായത്തിൽ കളയുമെന്ന് പറഞ്ഞവര് എങ്ങനെയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതിൽ എന്താണ് അവരാലോചിക്കുന്നത്? ഒരു കാര്യം അന്ന് LDF ബന്ധപ്പെട്ട വാദം CPI ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് BJPയുമായി അന്തർധാര ഉണ്ടാക്കിയത് UDFന്റെ പ്രചാരവേളയ്ക്ക് സഹായകമായ ഒന്നായി. ഇക്കാര്യത്തിൽ ശരിയായ ചർച്ച നടത്തി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വന്ന പോരായ്മകൾ ഇത്തരമൊരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനിടയാക്കി. ഇത് CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. നിങ്ങൾ എന്തിനെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? ആ കാര്യം മാത്രം നിങ്ങൾ അതിനെ ആലോചിച്ചാൽ മതി. അല്ല ഒരു കാര്യമാണ് നിങ്ങൾക്ക് അല്ല അത് വിഷമം അല്ല, വിഷമം എന്ന് പറയുമ്പോ ഇത് പ്രശ്നം പറഞ്ഞാൽ ഈ LDFന് എന്ത് റൈറ്റ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. LDFന് PMC നടപ്പാക്കാൻ UDF പോകുമ്പോൾ അതിനെ എതിർക്കാൻ LDFന് റൈറ്റ് ഉണ്ടോ? കാരണം LDF മരവിപ്പിച്ചതാണ്. ആ മരവിപ്പിച്ചതിന് ശേഷം ഒരു കാര്യം നടന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ്. അതൊന്നും അടിസ്ഥാനത്തിലാണ് എന്താണ് ചോദിക്കുന്നത്? അല്ല, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകകക്ഷിയെ CPIയെ പോലും ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭാ യോഗത്തിൽ CPIയോട് പോലും പറയാതെ CPM മുൻകൈ എടുത്ത്, പ്രത്യേകിച്ച് അങ്ങ് മുൻകൈ എടുത്ത് ഒപ്പിട്ടു എന്ന ആക്ഷേപമാണ് അന്ന് പോലെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ഉണ്ടോ UDFനെ കുറ്റപ്പെടുത്താൻ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കത് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രത്യേക വീക്ഷണം കൊണ്ടാണ്. അതെല്ലാവർക്കും മനസ്സിലാകുന്നത്. ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഇത്ര ശക്തമായിട്ട് മഴ പെയ്തിട്ടും ഈ വൈദ്യുതി പോക്കറ്റ് ഏർപ്പെടുത്തുന്ന രീതി ശരിക്കും ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നില്ല സർക്കാരിന്. അല്ല, ലോഡ് ഷെഡിങ്ങിന്റെ കാര്യത്തില് സർക്കാർ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാര്യങ്ങൾ ആരംഭിക്കണം. ഇത് ഇന്നത്തെ ഘട്ടത്തില് അത് നടപ്പാക്കുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആളുകൾക്ക് വല്ലാത്ത വികാരങ്ങൾ ഉണ്ടാകുന്നു. അത് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാണ്. ഞാനൊരു മറ്റ് രാഷ്ട്രീയമായിട്ട് പറയുന്ന കാര്യമല്ല, ഇത് നാടിന്റെ ഒരു പൊതുവികാരമാണ്. അത് മനസ്സിലാക്കി സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്കതിനെ പ്രതിഷേധാവ് ഈ ഗവർണർ വിളിച്ച യോഗത്തിൽ മുൻകൂട്ടി സർക്കാർ ഇടപെടുകയോ അക്കാര്യത്തിലുള്ള നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തില്ല. യോഗം നടന്നു, ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി എടുക്കേണ്ടല്ലോ, അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെ മുഖ്യമന്ത്രി. ഇത്തരം ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗം നടക്കുന്ന വിവരം കിട്ടിയാൽ തന്നെ അത്തരം യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സാധാരണഗതിയിൽ സർക്കാർ സ്വീകരിക്കാവുന്നതാണ്. ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? അത്തരം ഒരു യോഗത്തിന്റെ വിവരം കിട്ടിയാൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനമുണ്ട് എന്നത് നേരിട്ട് തന്നെ വ്യക്തമാക്കാവുന്നതാണ്. ഗവർണറെ അറിയിക്കാവുന്നതാണ്, ഉദ്യോഗസ്ഥരെയും അറിയിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? അവിടെയാണ്
ഈ പറയുന്ന ഒരു പ്രത്യേക വിധേയത്വത്തിന്റെ പ്രശ്നം വരും. അത് നമ്മുടെ നാടിന് ചേർന്നതല്ല, നമ്മുടെ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. ആ കാര്യം ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണേണ്ടതായിരിക്കും. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ മാപ്പ് പറയണമെന്ന് CM പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ തവണ അങ്ങ് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞിരുന്നു. CM പറയുന്നത് കേരള ഗവൺമെന്റ് അത് ശക്തമായി പ്രതികരിച്ചതാണ്. ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പറയാതെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ പ്രതികരണം വരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തോന്ന് അറിയാം. ഈ വൈദ്യുതി പ്രതിസന്ധി 30 വരെ എന്തായാലും തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്ഷൻ വേണമെന്ന് വൈദ്യുതി പറയുന്നത്. അത്ര മോശമായ സ്ഥിതിയിലായിരുന്നു ശരിക്കും നമ്മുടെ പവർ സെക്ടർ ഉണ്ടായിരുന്നത്. പവർ സെക്ടർ അത്രമാത്രം അപകട സ്ഥിതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതാണ്. പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള മലപ്പുറത്ത് നടന്ന EMS-മായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ അല്പം ഔചിത്യം കാണിക്കണമായിരുന്നു എന്നൊരു പരാമർശം ജനറൽ സെക്രട്ടറി ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തൽ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങള് സാധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്ന് കണക്കാക്കിയതാണ്. പക്ഷെ പരാജയമാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. ആ പരാജയം അംഗീകരിച്ചു കൊടുത്തു. അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ. ആ പരിശോധനയിൽ എല്ലാ വിശദാംശങ്ങളിലേക്കും പോയി. പക്ഷെ ആ പരിശോധനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീട്ടിൽ സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഈ അനധികൃതമായിട്ടുള്ള സ്ഥലമാറ്റം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ്, ഒപ്പം തന്നെ പോലീസ്, ഇപ്പൊ ഫയർഫോഴ്സിലും അങ്ങനെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുണ്ട്, കരടാണ് വന്നിട്ടുള്ളത്. 2017 സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവരുന്നു. ആ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിലും വന്നിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ സ്ഥലമാറ്റങ്ങളുടെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നതാണ്. അതിന് വ്യത്യസ്തമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. അതാണ് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഭൂരിപക്ഷം ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ ചെയ്ത് വന്നപ്പോൾ തന്നെ ചില നീക്കങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായി ചില വകുപ്പുകളിൽ ചില നിവേദനങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലമാറ്റെന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദനത്തിൽ തെറ്റാണ് സ്ഥലമാറ്റെന്ന് പറഞ്ഞ ഉത്തരവ് പുറപ്പെടുത്തി. ആ ഉത്തരവിന്റെ കാര്യത്തിലാണ് KMT ഇടപെടുന്നതല്ല പിന്നീട് വന്നു. അങ്ങനെയുള്ള സാധാരണ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു കഴിഞ്ഞിട്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ നിയതമായ മാനദണ്ഡങ്ങളുള്ളതാണ്. ആ മാനദണ്ഡങ്ങളനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതല്ല ഇപ്പൊ നടക്കുന്നത്. തസ്തിക ഇത് സിവിൽ സർവീസിൽ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സിവിൽ സർവീസിൽ അസംതൃപ്തി ഉണ്ടാക്കി പോവുക എന്നത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം. ഈ തസ്തിക അനുസരിച്ച് സാമ്പത്തിക ഇടപാട് കൂടി നടക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ ചില സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പണം വാങ്ങിയിട്ടുള്ള കേരളത്തില് മുൻപൊരു കാലത്ത് ഇതെല്ലാം നടന്നിരുന്നു. കഴിഞ്ഞൊരു ദശാബ്ദകാലമായിട്ട് ഏതെങ്കിലും തസ്തികയുടെ കാര്യത്തിലോ ഏതെങ്കിലും സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിലോ അങ്ങനെയുള്ള രാഷ്ട്രീയ കൂട്ടുകൊടുക്കും നിലനിൽക്കുന്നില്ല. അത്തരത്തിൽ സ്വകാര്യമായി കാര്യങ്ങൾ നടത്തുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയില്ല. അതിനെ തിരിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത സർക്കാർ കാണിക്കേണ്ടതാണ്. നാളെ സംസ്ഥാന ബജറ്റ് വരികയാണ്. എന്തെങ്കിലും പ്രത്യേക ബജറ്റ് ധവളപത്രം വന്നു, അതിന്റെ ഒരു തുടർച്ചയാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതിപക്ഷ ഒരു എണ്ണം കെട്ടവർ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് നിപ്പ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ നാട്ടിൽ വ്യാപകമാകുന്നതെന്ന് ഒരു നേതാവ് പറഞ്ഞിരുന്നു. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. അവരുടെ കയ്യിൽ നിന്ന് നിൽക്കുന്നില്ലേ ഈ പകർച്ചവ്യാധി പ്രതിരോധം? അങ്ങനെയൊരു ഈ മന്ത്രിയാര് കക്ഷിയാര് ഗവൺമെന്റുകാര് എന്നൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധി വരുന്നത് എന്ന് ഈ ചുരുക്കിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു മാസമായി, മാസക്കാലാവുകയാണ്. ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുക. അപ്പൊ നമുക്കിവിടെ അല്ലെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ കൂടുതൽ തന്നെ പറയാനുണ്ടോ?